മൂന്നാറിലെ തോട്ടം മേഖലയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. സൈലന്റ് വാലി 1-ാം ഡിവിഷനിൽ മുരുകന്റെ പശുവിനെ കടുവ ആക്രമിച്ചു കൊന്ന നിലയിൽ കണ്ടെത്തി. ഒരാഴ്ചയ്ക്കിടെ 3 കന്നുകാലികളാണ് കടുവയുടെ ആക്രമണത്തിൽ ചത്തത്. വനംവകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി തൊഴിലാളികളും രംഗത്ത്. സൈലന്റ് വാലി എസ്റ്റേറ്റിലെ 1-ാം ഡിവിഷനിലെ മുരുകന്റെ കന്നുകാലിയെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. തേയിലത്തോട്ടത്തിന് സമീപം മേയുകയായിരുന്ന കന്നുകാലിയുടെ ജഡം രാവിലെയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 3-ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ ദിവസം ദേവികുളം മിഡിൽ ഡിവിഷനിലും സൈലന്റ് വാലി 2-ാം ഡിവിഷനിലും കടുവയുടെ ആക്രമണത്തിൽ കന്നുകാലികൾ നഷ്ടമായിരുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ തൊഴിലാളികളിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ്. சைலண்ட் வேலி எஸ்டேட் தேவிகுளம் குண்டுமலை போன்ற பகுதியில் இந்த ஒரு வாரத்துல மட்டும் 5 மாடை புலி அடிச்சிருக்கு. மக்கள் எல்லாத்துக்குமே தெரியும். மூணாரை பொறுத்த வரைக்கும் மக்களுடைய வாழ்வாதாரன்றது எப்படின்னு பாத்தீங்கன்னா, ஒரு மனிதன் இன்னைக்கு எஸ்டேட்ல மாடை வளர்த்து அந்த பாலை விலைக்கு கொடுத்து தான் இன்னைக்கு எல்லாரும் பிள்ளைகளையும் படிக்க வைக்கக்கூடிய ஒரு சூழ்நிலை. இது பல தடவை நம்ம இந்த மாதிரி பேப்பர் நியூஸுக்கெல்லாம் சொல்லிட்டு இருக்கிறோம். ஆனா இதுக்கு தகுந்த முடிவுகள் இது வரைக்கும் யாருமே எடுக்கல. இப்ப சைல்டு வேலி 3rd டிவிஷன்ல பாத்தீங்கன்னா காட்டு மாடையும் அடிச்சிருக்குது, வீட்டுல வளர்க்கக்கூடிய மாடையும் அடிச்சிருச்சு. அப்போ ஒரு புலி கிடையாது. ஒரு புலி ஒரே நேரத்துல 2 மாடை கண்டிப்பா நம்மளால அடிக்காது. அப்ப அங்க எத்தனை புலி இருக்குன்னு தெரியல. ஆளுங்க வேலைக்கு போறதுக்கு பாத்தீங்கன்னா காலைல எஞ்சி வேலைக்கு போறதுக்கு பயந்து நிறைய பேர் நடக்க முடியாதவங்க, இந்த மாதிரி பாவப்பட்ட தொழிலாளிகள் வேலைக்கு போறதுக்கு இன்னைக்கு பயப்படக்கூடிய ஒரு சூழ்நிலை ആയിപ്പോச்சு. തോട്ടം തൊഴിലിനൊപ്പം എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പ്രധാന വരുമാന മാർഗമാണ് കന്നുകാലി വളർത്തൽ. കടം വാങ്ങിയും മറ്റുമാണ് പലരും കന്നുകാലികളെ വാങ്ങുന്നത്. എന്നാൽ തുടർച്ചയായി കന്നുകാലികൾ നഷ്ടമാക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മൂന്നാറിലെ തോട്ടം മേഖലയിൽ 200-ലധികം കന്നുകാലികളാണ് കടുവയുടെ ആക്രമണത്തിൽ നഷ്ടമായതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതോടെ നിരവധി കുടുംബങ്ങൾ കന്നുകാലി വളർത്തൽ ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.